സർവ്വജനപദങ്ങളുടെ നാഥ എന്ന് പരിശുദ്ധ അമ്മയെപ്പറ്റി പ്രതിപാദിക്കുന്ന ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഹൃദയങ്ങളിൽ മഴവില്ലായി തെളിയുന്നോരമ്മേ, തണലായി ഈ മരുഭൂവിൽ അളവില്ലാ സ്നേഹം നൽകണമേ. ദ മിറാക്കുലസ് മെഡൽ ഓഫ് ഹോളി മേരി, പരിശുദ്ധ അമ്മയുടെ അത്ഭുത കാഴ്ചരൂപം. ഉപവിയുടെ സഹോദരിമാർ എന്ന സമൂഹത്തിലെ ഒരു നവസന്യാസിനി കാതറിൻ ലബോറയ്ക്ക് 1830 ജൂലൈ മാസത്തിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നിന്നെ ഒരു ദൗത്യവാഹകിയായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് അറിയിച്ചു. 1830 മൂന്നാമത്തെ സന്ദർശനത്തിലാണ് കാശുരൂപം നൽകി ഇത് പ്രചരിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അത്ഭുത കാശുരൂപത്തിലെ ചിത്രം അമലോത്ഭവ മാതാവിൻ്റെതാണ്. സാത്താന്റെ പ്രതീകമായ പാമ്പിനെ സ്വന്തം കാലിൽ ചവിട്ടി തകർത്തും കൈകളിൽ നിന്ന് പ്രകാശകിരണങ്ങൾ പൊഴിച്ചും സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജ്ഞിയായ പരിശുദ്ധ അമ്മ ഭൂഗോളത്തിന് മുകളിൽ നിൽക്കുന്ന ദൃശ്യം. ചിത്രത്തിന് ചുറ്റും ജന്മപാപമില്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധ മറിയമ്മേ, അങ്ങയിൽ അഭയം തേടുന്ന ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് ആലേഖനം ചെയ്തിരിക്കുന്നു. കാശുരൂപത്തിന്റെ മാതൃക നൽകിയ സംവത്സരത്തെ സൂചിപ്പിക്കുന്ന 1830 എന്ന വർഷവും ലേഖനം ചെയ്യപ്പെട്ടിരിക്കുന്നു. മറുവശത്ത് ചുറ്റിലും ഒരു ബാർ ഘടിപ്പിച്ച കുരിശും മേരി എന്ന ഇംഗ്ലീഷ് പദത്തിന്റെ ആദ്യത്തെ M എന്ന അക്ഷരവും പരസ്പരം മെടയപ്പെട്ട രീതിയിൽ ഒരു സംയുക്ത ലിപി മുദ്ര. കുരിശ് രക്ഷയുടെ അടയാളവും ബാർ ഭൂമിയെയും സൂചിപ്പിക്കുന്നു. അതിന്റെ താഴെ മുൾമുടിയാൽ മുറിയപ്പെട്ട ഈശോയുടെ തിരുഹൃദയവും വാളാൽ മുറിവേറ്റ മാതാവിന്റെ ഹൃദയവും 12 നക്ഷത്രങ്ങൾ ചുറ്റിലും. ഇത് 12 അപ്പസ്തോലന്മാരെയും അവർ പ്രതിനിധാനം ചെയ്യുന്ന സഭയെയും സൂചിപ്പിക്കുന്നു. കാശുരൂപത്തിന്റെ ഒരു ഭാഗം പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തെയും മറുഭാഗം മനുഷ്യരക്ഷയിൽ പരിശുദ്ധ അമ്മയുടെ പങ്കാളിത്തവും വ്യക്തമാക്കുന്നു. ഈ കാശുരൂപം വിശ്വാസത്തോടെ ധരിക്കുന്നവർക്ക് രോഗസൗഖ്യവും മാനസാന്തരവും സാധ്യമാക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. അമലോത്ഭവ മാതാവേ, ഞങ്ങൾക്ക് ആത്മികവും ശാരീരികവുമായ സൗഖ്യം ലഭിക്കാൻ തിരുക്കുമാരനോട് യാചിക്കണമേ. ആമേൻ.